അപ്പോൾ ഇനിയും ശബരിമലയിലെ വാർത്ത തന്നെയാണുള്ളത്. ഗോകുൽ രമേശ് തന്നെയാണുള്ളത് അല്ലേ? എന്താണ്? ശബരിമലയെത്തുന്ന ഭക്തർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന അരി നീക്കം ചെയ്യാത്തതിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി സ്പെഷ്യൽ കമ്മീഷണർ. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് സമീപമാണ് അരി നീക്കം ചെയ്യാതെ കിടക്കുന്നത്. ജനം TV വാർത്തയെ ഉദ്ധരിച്ചാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ജനം ഇമ്പാക്ട് ഗോകുൽ രമേശ് ചേരുവാണ്. ഗോകുൽ, നമ്മൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്, പറയൂ. ഗോപിക, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതായത് മാളികപ്പുറത്തിന് തൊട്ട് സമീപം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് ഈ മാളികപ്പുറത്തിന് തൊട്ട് സമീപമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. സന്നിധാനത്തെ ആരോഗ്യ കാര്യങ്ങളും ശുചിത്വ കാര്യങ്ങളും ഒക്കെ അതിലൊക്കെ നടപടിയെടുക്കേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുമായിട്ടുള്ള ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ആ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് തൊട്ട് മുൻപിലാണ് നമ്മൾ ഈ ഒരു ദാരുണ ദൃശ്യം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായത്. അതായത് ഭക്തർ ഇരുമുടിക്കൊട്ടിൽ കൊണ്ടുവരുന്ന അരി അത് സാധാരണഗതിയിൽ ഇവിടെ സന്നിധാനത്ത് അന്നദാനത്തിനായിട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണ് അവരുടെ പതിവ്. തുടർന്ന് ഈ അരി ഇവിടെ നിന്നും കളക്ട് ചെയ്ത് അത് ശേഖരിച്ച് ഇവിടെ നിന്ന് മാറ്റേണ്ട ചുമതല കരാറുകാരനാണ്. അത് കരാറ് നൽകിയിരിക്കുകയാണ്. പക്ഷേ ആ അരി മാസങ്ങളായിട്ട് ഇവിടെ നിന്നും നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഈ മാളികപ്പുറത്തിന് സമീപം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് തൊട്ട് മുൻപിലായിട്ട് കിലോ കണക്കിന് അല്ലെങ്കിൽ ചാക്ക് കണക്കിന് അരി അങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോഴും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം ജനം TVയിൽ വാർത്തയായിട്ട് നൽകുകയുണ്ടായത്. തുടർന്ന് എന്തായാലും ആ വാർത്ത വന്നതിന് ശേഷം, ആ വാർത്ത കണ്ടതിന് ശേഷം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അതിലൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ ഹൈക്കോടതിക്ക് റിപ്പോർട്ടായിട്ട് ഈ വിഷയം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ അരി കെട്ടിക്കിടക്കുന്നത് കരാറുകാരൻ്റെ ഒരു അല്ലെങ്കിൽ അത് കരാറുകാരൻ ചെയ്യാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഇതിൽ അടിയന്തര നടപടി എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ശബരിമലയിലെ അധികൃതർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിക്ക് സ്പെഷ്യൽ കമ്മീഷണർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, 2025 ഒരു ഹൈക്കോടതി ഉത്തരവും അദ്ദേഹം അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അരി നീക്കം ചെയ്യാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവും അദ്ദേഹം ഈ റിപ്പോർട്ടിനൊപ്പം അറ്റാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല, ഈ അരി ഇങ്ങനെ മാസങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ നനഞ്ഞൊക്കെ ഈ അരി ഇവിടെ പുഴുവായിട്ടും അല്ലെങ്കിൽ പുഴു കയറിയും ഒക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ മാളികപ്പുറത്തിന് സമീപത്തെ പ്രദേശം മുഴുവൻ ഇത്തരത്തിൽ അരി കിടന്നുകൊണ്ട് മാലിന്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈച്ചയും പുഴുവും ഒക്കെ ഇവിടെ ഈ അരി കിടക്കുന്ന ഭാഗത്ത് വന്നുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് തീർത്ഥാടകർ കടന്നു പോകുന്ന ഒരു ഭാഗം കൂടിയിട്ടാണ് ഈ മാളികപ്പുറത്തിൻ്റെ ഈ ഭാഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിന്നും അടിയന്തരമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകും എന്നുള്ള കാര്യവും നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജനം TV വാർത്ത നൽകിയതിനെ തുടർന്നാണ്, ജനം TVയുടെ പേര് കൃത്യം അദ്ദേഹം ആ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ ജനം TVയിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടതിന് ശേഷം ആണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതിനുശേഷം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു എന്നുള്ളതുമാണ് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്മേൽ അടിയന്തരമായിട്ടുള്ളൊരു നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ. എന്തായാലും കരാറുകാരനാണ് അത് നീക്കം ചെയ്യേണ്ടത്. അതിന് കരാറുകാരനെ ചെയ്യിപ്പിക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം അധികൃതരുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ അരി അത് ചീഞ്ഞ് അല്ലെങ്കിൽ പുഴു കയറിയ അവസ്ഥയിലൊക്കെ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ മുഴുവൻ ഈച്ചയും മാലിന്യവും ഒക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അടിയന്തരമായിട്ട് ഈ വിഷയത്തിലൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പും ഹൈക്കോടതി ഇതേ വിഷയത്തിൽ തന്നെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും നടപ്പിലാക്കാത്ത സാഹചര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നുള്ളത്. എന്തായാലും ഇതിനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെ ഈ ആരോഗ്യ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ശബരിമല അധികൃതരുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ സ്വാമിമാരടക്കം ഇത്രയും പോകുന്ന ഭാഗത്ത് അവിടെ ഇത് ഈ അഴുകി അങ്ങനെ ഈച്ചയൊക്കെ കയറി കിടക്കുകയാണ്. അത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറെ ദാരുണമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം. അതിൽ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഗോപിക, ശരി.